കൃഷ്ണ ഗുരുവായൂരപ്പ ശരൺ. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് തൊഴാനായിട്ട് പോകണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ കാത്തു നിൽക്കണമെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പോയിട്ട് പ്രദർശനം ചെയ്യാം. അപ്പോൾ ആ ഗരുഡൻ്റെ ശില്പം കാണാം, അതുപോലെ കുചേലൻ്റെ ശില്പം കാണാം. അതൊക്കെ കണ്ട് അങ്ങനെ വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ വരിക. അകത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ആ കൊടിമരവും അതേപോലെ ആ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള മഹാലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് വാതിൽപ്പടി കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠവും ആ കിടാവിളക്കൊക്കെ കാണാം. വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ടും തൊഴുത് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കാം. ശ്രീലകത്തേക്ക് ഇന്നങ്ങനെ നോക്കുമ്പോൾ മനോഹരമായ കാഴ്ച. ഉണ്ണിക്കണ്ണൻ്റെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ കാണാണ്ട്. അങ്ങനെ നോക്കിയാൽ ചെറിയൊരു ഉണ്ണിയാട്ടോ. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. അത് അരമണി കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു മാങ്ങാമാല, അതേപോലെ കൈവളകൾ അണിഞ്ഞിട്ടുണ്ട്, തോൾവളകൾ അണിഞ്ഞിട്ടുണ്ട്. കയ്യിൽ എങ്ങനെ വെച്ചാൽ വലത്തെ കയ്യിൽ വെണ്ണുരുളിയുണ്ട്, ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴലുണ്ട്. അപ്പോൾ നല്ല സന്തോഷത്തിലാണ്. എന്താ വെച്ചാൽ കണ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 സാധനവും കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പൊന്നോടക്കുഴലും ഉണ്ട്, വെണ്ണുരുളിയുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷമാണ് മുഖത്തിങ്ങനെ കാണുന്നത്. പിന്നെ ഭക്തരെ കാണുന്ന ആ സന്തോഷം വേറെ. അപ്പോൾ അങ്ങനെ മുഖത്തേക്ക് നോക്കിയാൽ നല്ല സന്തോഷച്ചിരി. അതേപോലെ ആ തിരുനെറ്റിയിൽ ഗോപീതിലകം വെച്ചിട്ടുണ്ട്, തിരുമുടിമാലകളുണ്ട്, സ്വർണത്തിൻ്റെ കിരീടം വെച്ചിട്ടുണ്ട്. പിന്നെ തിരുമുടിമാലകൾ 2 ഉണ്ട്, തെച്ചിയും വെളുത്ത പൂവും, അതേപോലെ വെളുത്ത പൂവും തുളസി അങ്ങനെയുള്ളത്. പിന്നെ കാതിൽ നോക്കുമ്പോൾ ആ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. നല്ല രസം, നന്നായിട്ടുള്ള ആ ഒരു ചെറിയ ഉണ്ണിയാണ്, എന്നാലും നല്ല രസമായിട്ട് കാണാണ്ട്. അപ്പോൾ ആ ഉണ്ണിയെ കാണുക. പിന്നെ നോക്കുമ്പോൾ വലിയ 2 ഉണ്ടമാലകൾ. അതെങ്ങനെ വെച്ചാൽ താമരയും തുളസിയുണ്ട്, തെച്ചിയും തുളസിയുണ്ട്. അങ്ങനെയുള്ള 2 ഉണ്ടമാലകൾ. പിന്നെ മുകളിൽ വിധാനമായിട്ട് 4-5 തുളസിമാലകൾ കാണാനുണ്ട് ചാർത്തിയിട്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്നിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. എല്ലാവരും തൊഴുതോളൂ കേട്ടോ. ഭഗവാനെ തൊഴുക, ആ ഉണ്ണിക്കണ്ണനെ, ആ വെണ്ണക്കണ്ണനെ കണ്ട് തൊഴുക, മനസ്സ് നിറഞ്ഞ് വരിക. അങ്ങനെ നമ്മളവിടുന്ന് തൊഴുത് സോപാനപ്പടിയിൽ നിന്ന് തൊഴുതിറങ്ങി നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ലും തിടപ്പള്ളിയും അതേപോലെ ആലിലക്കണ്ണനെയൊക്കെ കണ്ട് സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വന്ന് ഗണേശൻ്റെ അടുത്തേക്ക് വരികയാണ്. ഗണേശൻ്റെ അടുത്തേക്ക് വന്ന് ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക, സരസ്വതി ദേവീനെ കാണുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ തൊഴുത് അവിടുന്ന് ഇങ്ങനെ വന്ന കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിൽ അവിടുന്ന് അർച്ചനപ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ അനന്തശായിയായ അനന്തപത്മനാഭനെയും വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ എണീച്ച് നോക്കിയാൽ മുകളിലേക്ക് നോക്കിയാൽ ആ ഉഗ്രവീരം നരസിംഹം കാണാം. അത് കഴിഞ്ഞ് ദശാവതാരത്തിലെ ബാക്കി വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ഒക്കെ കണ്ട് ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് മുരുകനെയൊക്കെ കണ്ട് ഇങ്ങനെ ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരുന്ന ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ
മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് അങ്ങനെ വരുമ്പോൾ രാധാകൃഷ്ണനും അതേപോലെ കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ നേരെ ആ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ കിഴക്ക് വശത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ കൊടിമരം ഇങ്ങനെ കണ്ട തൊഴാം. പിന്നെ നൃത്താറയിലും അതേപോലെ മണിക്കിണറും ആ കുറൂരമ്മേനെയും നാരദരെയും വസുദേവരെയും മേൽപ്പത്തൂരിനെയൊക്കെ കണ്ട് അങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് പ്രസാദവും തീർത്ഥമൊക്കെ വാങ്ങാം. അവിടുന്ന് അങ്ങനെ ഇടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് ഇങ്ങനെ പോവാം. ഭഗവതിയുടെ അടുത്ത് വന്ന് ഭഗവതിയെ കാണാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത്ത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് തൊഴുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. എന്നിട്ട് ഒന്ന് പ്രദക്ഷിണം ചെയ്ത് നേരെ കൊടിമരത്തിൻ്റെ അവിടെ വരിക. അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ വെണ്ണക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് അവിടുന്ന് ഇങ്ങനെ വന്ന് നേരെ കൂത്തമ്പലത്തിലും അതേപോലെ തന്നെ നേരെ വന്ന് അയ്യപ്പസ്വാമിയുടെ അവിടെയും വന്ന് നമസ്കരിക്കുക, തൊഴുക. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ വന്ന് തൊഴുത് ഒന്ന് പ്രദക്ഷിണം ചെയ്ത് അങ്ങനെ പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വരിക. അങ്ങനെ വന്ന് രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അവിടുന്ന് ഇങ്ങനെ വന്ന പൂന്താനം തിരുമേനി പൂജിച്ച വിഗ്രഹമുള്ള നാരായണാലയത്തിൽ വന്ന് തൊഴുത് കണ്ണനെ കണ്ട് തൊഴുത് ഇങ്ങനെ വരാം. പിന്നെ ഭഗവതി നടയിലും ദീപസ്തംഭത്തിൻ്റെ അവിടുത്തെ കിഴക്കേ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ഒരിക്കൽ കൂടി തൊഴാം. പിന്നീട് അങ്ങനെ തെക്കേ നടയിലേക്ക് വന്ന് ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവിയെയും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം ലഭിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളപാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും അവരവരുദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അതിന് ഗുരുവായൂരപ്പൻ തുണയേകട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.